കാലം മുമ്പ് പോയതാണ് ബ്രൈറ്റൺ ബീച്ച്. ഉരുളൻകല്ലുകളുടെ ബീച്ചാണ്. അതുകൊണ്ട് പിള്ളേർക്കധികം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സൂപ്പറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് കാലേ കൊള്ളുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല. ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരകളും, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വെസ്റ്റ് വിറ്ററിങ് പോയിട്ട് ഒന്നും കടലിലിറങ്ങാൻ പറ്റാതെ പോലത്തെ ഒരവസ്ഥയല്ലായിരുന്നു. പിന്നെ ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഒരു എത്ര മണിയായി, 6 മണിയായ സമയത്താണ് ഇത് എത്തി അവിടെ. കാരണം നല്ല ചൂടായിരുന്നു പകൽ. അപ്പോൾ ആ ചൂടൊന്ന് ഒതുങ്ങിയിട്ട് ചെല്ലാമെന്ന് കരുതി ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ അത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. വെള്ളച്ച് തണുത്തെങ്കിലും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഇച്ചിരി മടി പിടിച്ച കരയിൽ തന്നെ ഇരുന്ന്, എന്നാലും കാലൊക്കെ നനച്ച് പിള്ളേരുടെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. നല്ല ആംബിയൻസും ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ സീഗൾസും എല്ലാം, നല്ല തെളിഞ്ഞ വെള്ളവും, നല്ല സംഭവമായിരുന്നു. പിള്ളേർ കുറേ കളിച്ചു അതിനകത്ത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷേ കാടുകളെയൊക്കെ കണ്ടങ്ങ് സമാധാനമായിട്ട് ഇരുന്നിരുന്നു. പിന്നെ മമ്മി ഇറങ്ങി. മമ്മിക്കും ബീച്ചിൽ പോയിട്ട് കുറേ നാളെ, നാട്ടിലൊന്നും പോകാനൊരു അവസരം കിട്ടാറില്ലല്ലോ. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞ് ഇറങ്ങണമെന്ന്. ഞങ്ങൾ താഴെ ഈ നമ്മുടെ ഇട്ട ഡ്രസ്സിൻ്റെ താഴെ സ്വിമ്മിങ് ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരും. അപ്പം നല്ല അനുകൂല സാഹചര്യമാണെങ്കിൽ നമുക്ക് ആ മുകളിലത്തെ ഡ്രസ്സ് ഊരിയിട്ട് സ്വിമ്മിങ് ഡ്രസ്സിൽ കടലിലിറങ്ങുക. പിന്നെ തിരിച്ച് വരുന്ന നമുക്ക് കാറിലിരുന്നങ്ങ് മാറിയാൽ മതിയല്ലോ. അപ്പോൾ 2 മാറ്റം കൂടെ കാറിലിരുന്ന് വരണ്ടല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ അകത്ത് എല്ലാ ഡ്രസ്സും ഇട്ട് വെളിയിൽ വേറെ ചുരിദാറിൻ്റെ ടോപ്പോ അല്ലെങ്കിൽ ജീൻസിൻ്റെ ടോപ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടിട്ട് പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പിള്ളേരും അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ കുറച്ച് ടവൽ കൊണ്ടുപോകണം, ഒരു പായ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഇതിൽ സ്നാക്സൊക്കെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അവിടെ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. കഴിഞ്ഞാൽ 10 പൗണ്ടായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഫിലിക്സ് പിന്നെ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, 14 പൗണ്ടിൻ്റെയൊക്കെ. ഫിഷ് മാത്രമേ എല്ലാവരും കഴിച്ചു, എന്നാലും അത് കൂടുതലായിരുന്നു. മറ്റേ ചിപ്സ് ആരും കഴിച്ചില്ല. പിന്നെ അവിടെ ഈ റോപ്പിൽ കെട്ടിപ്പോകുന്നൊരു പരിപാടിയുണ്ട്. എസ്തർ പോയി, അവൾക്ക് പേടിച്ചു പോയെന്ന് അവൾ പറഞ്ഞു. നല്ല പൊക്കമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ മറ്റേ ബീച്ച്, പിന്നെ ബ്രൈറ്റൺ പിയർ പോയി കണ്ടു. അവിടെ കുറേ കളിക്കാനെടുക്കാനൊക്കെ ഉണ്ട്. പിള്ളേരൊന്നിനും കൂടിയൊന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്ന് കുറേ ഡിഷെന്നൊക്കെ കാണിച്ചെന്നല്ലാതെ അവർ കൂടിയൊന്നുമില്ല. ആ കാണുന്നതാണ് ആ ബ്രൈറ്റൺ പിയർ. അങ്ങോട്ടുള്ള നടപ്പൊക്കെ നല്ല സുഖമായിരുന്നു. രാത്രി 9 മണിക്കാണ്. പിറ്റേ ദിവസം പിള്ളേർ സ്കൂളൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ വകവെച്ചില്ല. ഇവരങ്ങനെ പോയി ലേറ്റായിട്ട് ശീലിച്ച്. നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ പിള്ളേരെ അഡാപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രിക്റ്റഡ് സ്റ്റാൻഡേർഡിൽ ഒരു ഡിസിപ്ലിനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്ലെക്സിബിൾ ആവാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത്. അവർ പ്രായമായി കഴിയുമ്പോൾ അവരുടേതായ ഒരു ഹാബിറ്റും അവരുടേതായ ഡിസിപ്ലിനും ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ഇപ്പം 8 മണി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോലിക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ ലൈഫ് വരുമ്പോഴത്തേക്കും അവർ കഷ്ടപ്പെടത്തില്ലേ. ഈ ബ്രൈറ്റൺ പിയറിൻ്റെ ഫ്രണ്ടിൽ ഡോണറ്റും ചീറോസും വെക്കുന്ന കടകളുണ്ടായിരുന്നേ. 11 മണിക്ക് അങ്ങോട്ട് അടയ്ക്കും, 10 മണിക്ക് അടയ്ക്കും. ഞങ്ങൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പം അതുണ്ടാക്കുന്ന നോക്കി കാണാനൊക്കെ നല്ല രസം. നമ്മൾ ചൂടോടുകൂടി കഴിക്കാം.